ഹായ് ഗെയ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും കല്ലാർകുട്ടി വഴി പാറത്തോട് പണിക്കൻകുടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ മുക്കുടത്ത് നിന്നും വലതുഭാഗത്തേക്ക് ഉള്ള റോഡിൽ കൂടി 2-3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കളരിക്കുന്ന്. ഈ കളരിക്കുന്ന് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഒരു ചെറിയ പ്രദേശമാണ് കളരിക്കുന്ന്. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ തൊട്ട് താഴെ കാണുന്നത് പനംകൂട്ടി പള്ളിയാണ്. പനംകൂട്ടി പള്ളി മാത്രമല്ല, ഇവിടെ നിന്നും നമുക്ക് ഇടുക്കി ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും വളരെ മനോഹരമായി കാണുവാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ നിൽക്കുന്ന കളരിക്കുന്ന് വ്യൂ പോയിൻ്റ്. ഇതാണ് ഇവിടുത്തെ റോഡ്. കാര്യം അവിടെ വരെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കോൺക്രീറ്റ് ഇല്ലാത്തത്. ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല. വഴി വളരെ മോശമാണ്. ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല, ചെയ്തിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 3 കിലോമീറ്ററിലധികം നടക്കണം എന്നുള്ളതും വേദനാജനകമായൊരു കാര്യമാണ്. പ്രധാനമായും ഇതൊരു കാർഷിക മേഖലയാണ്. എവിടെ നോക്കിയാലും ധാരാളമായി ഏലം, ജാതി, കൊക്കോ, കുരുമുളക്, റബ്ബർ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൃഷികളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ് കശുമാവ്. ചക്കയൊന്നും ആർക്കും വേണ്ട, അതല്ലേ ഞാൻ ചാടി ചീഞ്ഞ് ചക്ക കുരുവെല്ലാം മുകളിലിരിക്കുകയാണ്. ചക്കയൊന്നും ആർക്കും വേണ്ട. വാഴക്കൊലയെല്ലാം മൂത്ത് നിൽക്കുന്നുണ്ടല്ലേ, ഉണ്ടോ? വാഴക്കൊലയൊക്കെ മൂത്ത് വെട്ടാനായൊക്കെ നിൽക്കുക. ഇവിടെ വഴിയും വെള്ളവുമാണ് ഏറ്റവും ഒരു പോരായ്കയായിട്ട് പറയാനുള്ളത്. ഇവിടെ ഇതാ ഒരു ചീവീട് ഇരുന്ന് വലിയ ശബ്ദത്തിൽ കരയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഇതാ ഈ ഇരിക്കുന്ന ഈ ചെറിയ പ്രാണിയാണ് ഇത്രമാത്രം വലിയ ശബ്ദത്തിൽ കരയുന്നതെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. ഇത് ചെറിയ പ്രാണിയാണെങ്കിലും ഇത് 4-5 കൂടിയെന്ന് ശബ്ദം വെച്ചാൽ നമ്മുടെ തന്നെ പിടിവിട്ടു പോകും. ആളടുത്തെത്തിയപ്പോൾ അവൻ നിശബ്ദനാവുകയും ആൾ മാറിയപ്പോൾ ഉച്ചത്തിൽ കരയുവാനും തുടങ്ങി. ഇവിടങ്ങളിൽ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിലും പല വീടുകളിലും ആൾതാമസം ഉള്ള ലക്ഷണമൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഒട്ടുമിക്ക വീടുകളും ആളുകൾ ഉപേക്ഷിച്ച് പോയ നിലയിലുമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ സൗകര്യക്കുറവുകളെല്ലാം കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് പോയതാകാൻ സാധ്യതയുണ്ട്. ഇതൊരു ആൾത്താമസമില്ലാത്ത വീടാണ്. ആളുകൾ അല്പം കൂടി സൗകര്യം കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറിയതാകാം. ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിൻറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നും നോക്കിയാൽ ഇടുക്കി ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും വളരെ ഭംഗിയായി കാണുവാൻ കഴിയും എന്നുള്ളത് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇവിടെ നോക്കിയാൽ അങ്ങ് ലോവർ പെരിയാർ ഡാമും ഡാമിൻ്റെ സമീപത്തുള്ള വെള്ളക്കെട്ടുകളും എല്ലാം നമുക്ക് വളരെ ഒരു ചിത്രം വരച്ചതുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാ ഈ കാണുന്നതാണ് പനംകൂട്ടി പാലം. ചെറുതോണിയിൽ നിന്നും വരുന്ന വെള്ളവും കല്ലാർകുട്ടിയിൽ നിന്ന് വരുന്ന വെള്ളവും സംഗമിക്കുന്ന സ്ഥലമാണ് ഇതാ ഈ താഴെ കാണുന്നത്. പനംകൂട്ടി പള്ളിയും പള്ളി സിറ്റിയും നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഇതാ ഈ താഴെ കാണുന്നതാണ് പനംകോട്ടി പള്ളി. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.